അതിജീവിതയ്ക്കെതിരായി സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെയും പ്രതി ചേർത്ത് തിരുവനന്തപുരം സൈബർ പോലീസ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം ദിവസവും ഒളിവിൽ. രാഹുലിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കുന്നത് കോൺഗ്രസ് എന്ന് CPIM. കേസ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്ന് കോൺഗ്രസ്. ജനതയിലെ ആർക്കെങ്കിലും ഈ സമരത്തിന്റെ അല്ലെങ്കിൽ വഖഫ് അധിനിവേശത്തിന്റെ കീഴിലുള്ള ആർക്കെങ്കിലും ഇത് കിട്ടിയോന്ന് എനിക്കറിയില്ല. നമ്മ നീതിക്ക് വേണ്ടിയുള്ള ഈ സമരത്തിന് അനുകൂലികളായ ഏവരെയും ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളൂ. മുനമ്പം സമരവേദിയിൽ നാടകീയ രംഗങ്ങൾ. സമരം അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് വേദി വിട്ടിറങ്ങി വിമത വിഭാഗം. പുതിയ വേദിയിൽ സമരം തുടങ്ങി. മുനമ്പം നിവാസികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന ആവശ്യം. സമരസമിതി അഭിസംബോധന ചെയ്ത മന്ത്രിമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കുരുക്കായി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ 2022 അനുമതി തേടിയത് ബോർഡെന്ന് തന്ത്രി. അനുമതി നൽകിയത് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ട് എന്നും കണ്ഠരര് മഹേഷ് മോഹനര്. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയം നീട്ടി. ഫോമുകൾ ഡിസംബർ 11 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക 16-ന്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-ന് പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പീഡന ആരോപണത്തിൽ വടകര DYSP ഉമേഷിന് സസ്പെൻഷൻ. നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ. ആത്മഹത്യ ചെയ്ത CI ബിനു തോമസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം. ഡിറ്റ്വ ഇന്ത്യൻ തീരത്തേക്ക്. തമിഴ്നാട്ടിൽ ഒരു മരണം. പുതുച്ചേരിയിലും കനത്ത മഴ. ആന്ധ്രയിലും ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റ് മരണം 200 കടന്നു. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. റാഞ്ചി ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 350 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിക്ക് 52ാം ഏകദിന സെഞ്ചുറി. രോഹിത് ശർമ്മയ്ക്കും KL രാഹുലിനും അർദ്ധ സെഞ്ചുറി.